851/2026 ഋതിക വർമ്മ, ഋതിക വർമ്മ, ഋതിക വർമ്മ. Honorable Justice, proceed. Proceed. Circle Inspector Chandrabhanu Ramachandran. വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല. വളരെ വൈകാതെ മനസ്സിലാവും. അഡ്വക്കേറ്റ് ദേവസേന. Please, my lordship. I appear for the petitioner. The accused in remand, my lord. For the state, my lord. You can proceed. Thank you, Your Honor. ജഗന്നാഥൻ മർഡർ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രഭാനു എന്ന ആളെ വിസ്തരിക്കാനുള്ള അനുമതി തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. Yes, you may proceed. Thank you, Your Honor. ആ കൂട്ടിലേക്ക് കയറി നിൽക്കും. സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രഭാനു അല്ലേ? അതെ. എത്ര വർഷമായി സർവീസ് കയറിയിട്ട്? 12 വർഷമായി. ഇതുവരെ സർ എത്ര നിരപരാധികളെ പിടിച്ച് അകത്താക്കിയിട്ടുണ്ട്? Objection, Your Honor. Objection recorded, PP. You may proceed. Thank you, Your Honor. താങ്കൾ ഏത് സാഹചര്യത്തിലാണ് ഋതികയെ കസ്റ്റഡിയിലെടുത്തത്? അത് മതിലകം ഭാഗത്ത് ഒരു മർഡർ നടന്നെന്നറിഞ്ഞു. പോലീസ് ഡോഗുമായിട്ട് ഞങ്ങൾ വേഗം അവിടെ എത്തി. എന്ത് തെളിവ്? തെളിവ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ മനഃപൂർവ്വം ഒരു പ്രതിയാക്കി മാറ്റിയ ഋതിക വർമ്മ ജഗന്നാഥനിൽ നിന്നുള്ള ചില സത്യങ്ങൾ അച്ഛനെ അറിയിക്കാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനിടയിലാണ് ജഗന്നാഥന് വെടിയേറ്റത്. ആ വീഡിയോ എടുത്ത മൊബൈൽ ഫോൺ തെളിവുകളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കോടതിയിൽ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഒറിജിനൽ ഫോണായിരുന്നില്ല. പകരം മറ്റൊരു മൊബൈൽ ഫോണായിരുന്നു കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. സർ അതിന്റെ ഒറിജിനൽ വീഡിയോ കണ്ടിട്ടുള്ളതാണ്. Yes. വീഡിയോയിൽ മറ്റൊരു സ്ത്രീയുടെ ഉണ്ടായിരുന്നല്ലോ, അതാരാ? അത് എന്റെ അമ്മയാ, പത്മാവതി.
യുവർ ഓണർ. അങ്ങനെ ഒരു വലിയ കഷ്ടകാലം തീർന്നു അല്ലേ രാജു? അതെ, കഴിഞ്ഞ 2-3 ദിവസത്തെക്കുറിച്ച് ഓർക്കാനേ വയ്യ. ഒന്ന് നിന്നേ. 2-3 ദിവസം മുമ്പ് എന്റെ പെണ്ണിനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോ താൻ ഓർത്തില്ലല്ലേ ഇത്ര പെട്ടെന്ന് അകത്താവൂന്ന്? താൻ ജയിലിലേക്ക് പോകുന്നത് കുറ്റം ചെയ്തിട്ടാ. എന്നെ താൻ ജയിലിൽ കയറ്റിയത് ഞാൻ ഒരു കുറ്റം ചെയ്യാതെയാ. ഈ കണക്കുകൾ തീർക്കുന്നത് ഇനി എപ്പോഴാ? താൻ കോടതിയിൽ പറയാത്ത ഒരു കുറ്റമുണ്ട്. ഇതിന്റെ പിന്നിൽ നടന്ന ഒരു ക്രിമിനൽ ഗൂഢാലോചന. അതെ, ഞങ്ങൾ വഴിയെ കണ്ടുപിടിച്ചോളാം. അതിനെ ശിക്ഷ വേറെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒരു കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നു. നീ 16 കൊല്ലം ജയിൽ ശിക്ഷയും കഴിഞ്ഞ് തിരികെ വാ. ഞാൻ തന്നെ കാത്തു നിൽക്കും. തന്റെ 16 അടിയന്തരം കൂടി നടത്താൻ. കേട്ടോ?